തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശ്രീധുവിനെയും അമ്മാവൻ ഹരികുമാറിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നറിയുന്നു. കിണറ്റിൽ ഈ ദേവേന്ദുവിനെ എറിഞ്ഞു കൊന്നത് ശ്രീധുവാണെന്ന് പ്രതി ഹരികുമാർ മൊഴി നൽകി. ജയിൽ സന്ദർശനത്തിനെത്തിയ റൂറൽ എസ് പിക്കാണ് പ്രതി മൊഴി നൽകിയത്. സുനിഷ ഏലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, വല്ലാതെ കത്തിപ്പടർന്നൊരു വാർത്തയായിരുന്നു ഈ ദേവേന്ദുവിൻ്റെ മരണം. ഇതിൽ നേരത്തെ തന്നെ പരസ്പര വിരുദ്ധമായ ചില മൊഴികളാണ് ഈ ദേവേന്ദുവിൻ്റെ അമ്മ നൽകിയത്. ഇപ്പോൾ ഹരികുമാറിൻ്റെ മൊഴി വരുന്നു. ശ്രീധുവാണ്, അതായത് ദേവേന്ദുവിൻ്റെ അമ്മ തന്നെയാണ് ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് എന്നാണ് മൊഴി വരുന്നത്. നുണപരിശോധനയ്ക്കാണോ നീക്കം? ഗുഡ് മോർണിംഗ് സുനിഷ. സുനിഷ അയ്യല്ലൂരാണ് നമുക്കൊപ്പം ചേരുക. 2.5 വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്ന കേസിലാണ് ഇപ്പോൾ അമ്മയാണ് ശ്രീധുവാണ് കിണറ്റിൽ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നത് എന്ന മൊഴി നൽകിയിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ നുണപരിശോധനയ്ക്ക് പോലീസ് തയ്യാറെടുക്കുന്നു എന്നാണ് അറിയുന്നത്. കാര്യം പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഈ ശ്രീധു പറഞ്ഞുകൊണ്ടിരുന്നത്, ഹരികുമാറും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. തിരുവനന്തപുരത്തെ ആ വാർത്ത വലിയ വാർത്തയായിട്ട് മാറിയിരുന്നു അക്കാലത്ത്. സുനിഷയുണ്ട്. സുനിഷ, ഇപ്പോൾ നുണപരിശോധനയ്ക്ക് പോലീസ് ഇവരെ വിധേയമാക്കാൻ പോവുകയാണോ? ഈ വൈരുദ്ധ്യങ്ങളുണ്ടല്ലേ മൊഴികളിൽ? അരുൺ പറഞ്ഞതുപോലെ അതായത് ജനുവരി 30 നടന്നൊരു സംഭവമാണ്. ജനുവരി 30 കിണറ്റിൽ ഈ 2.5 വയസ്സുകാരിയെ കാണുന്നത്. പിന്നാലെ തന്നെ അന്വേഷണത്തിൽ അമ്മാവനായ ഹരികുമാറിനാണ് പങ്ക് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിലാണ് 4 മാസത്തിന് ശേഷം ഒരു വഴിത്തിരിവുണ്ടാകുന്നത് എന്നതാണ്. അതായത് കഴിഞ്ഞ 3 ആഴ്ച മുന്നേ ഈ റൂറൽ എസ് പി ഈ ജയിലിലേക്ക് പോയിരുന്നു. ആ ജയിലിൽ പോയതിന് പിന്നാലെ ഈ ഹരികുമാറുമായി, അതായത് പ്രതിയായ അമ്മാവൻ ഹരികുമാറുമായി സംസാരിച്ചപ്പോഴാണ് ശ്രീധുവാണ്, ഈ കുഞ്ഞിൻ്റെ അമ്മയായ ശ്രീധുവാണ് ഈ കൊലപാതകം നടത്തിയതെന്നും തന്നെ കുടുക്കാൻ വേണ്ടിയാണ് തൻ്റെ പേര് പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് പറയുകയും ചെയ്യുന്നത്. പിന്നാലെ തന്നെ ഇത് സാധാരണ രീതിയിൽ പറയുന്നതാകാമെന്ന് കരുതി ഇയാളെ പ്രത്യേകം ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ചോദ്യം ചെയ്യലിലും ഇതേ കാര്യം തന്നെ, ശ്രീധുവാണ് കൊലപാതകം നടത്തിയത് എന്ന് ആവർത്തിച്ചു പറയുകയായിരുന്നു ഹരികുമാർ എന്നുള്ളതാണ്. പിന്നാലെയാണ് ഏതായാലും അന്വേഷണ സംഘം രണ്ടുപേരുടെയും വൈരുദ്ധ്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ ഇപ്പോഴും. അതിന് പിന്നാലെയാണ് നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഏതായാലും കോടതിയിൽ അനുമതി തേടി അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൽ തന്നെ കൃത്യമായി ഈ അമ്മാവന് മാത്രമാണ് പങ്ക് എന്നുള്ളതായിരുന്നു നേരത്തെ പോലീസ് കണ്ടുപിടിച്ചത്. അതായത് ചില വഴിവിട്ട ബന്ധങ്ങൾക്ക് വേണ്ടി കുഞ്ഞ് തടസ്സമാകുമെന്ന് കരുതിയപ്പോൾ ഹരികുമാർ തന്നെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിഗമനം. കുറ്റപത്രം അടക്കം നൽകാനിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ആ കേസ് പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും പോലീസിന് നുണ പരിശോധന നടത്തുമ്പോൾ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ളതാണ്. ഇനി ഒരുപക്ഷെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ്. ശ്രീധുവും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ തന്നെയാണ്. പക്ഷേ ഈ കേസിൽ പ്രതി ചേർത്തിരുന്നില്ല പോലീസ് എന്നുള്ളതാണ്. കൂടുതൽ അന്വേഷണത്തിലേക്കും നുണ പരിശോധനയിലേക്കും കടക്കുമ്പോൾ കൃത്യമായി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ എങ്ങനെയാണ് ശ്രീധുവിന്റെ പങ്കുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങളിൽ അതിൽ കൃത്യമായൊരു വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. അരുൺ, തീർച്ചയായിട്ടും സുനിഷ, കാര്യങ്ങളിൽ വ്യക്തത വരട്ടെ.